എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ആകാശം ഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആകാശം ഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആശ്രയം എന്നില്ലായതു മുതൽ അതികളകന്നു പരാ. ആശ്രയം എന്നില്ലായതു മുതൽ അതികളകന്നു പരാ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കണ്ണുകളുയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയയ്ക്കായി. എൻ കണ്ണുകളുയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയയ്ക്കായി. എണ്ണിയ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എണ്ണിയ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കാലുകൾ വലുതാദനിശും എന്നെ കാത്തിടുന്നവൻ നീയേ. എൻ കാലുകൾ വലുതാദനിശും എന്നെ കാത്തിടുന്നവൻ നീയേ. കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്ന അത്ഭുതമാ. കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്ന അത്ഭുതമാ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. എൻ ദേഹം മണ്ണിൽ അപ്രത്യാശവും ഞാൻ ജീവനോടിരുന്നാലും. നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാർത്തിടും ഞാൻ. നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാർത്തിടും ഞാൻ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. സങ്കീർത്തനങ്ങൾ 118-20 വാക്യം. യഹോവയുടെ വാതിൽ ഇതുതന്നെ, നീതിമാന്മാർ അതിൽ കൂടി കടക്കും. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് പകലത്തെ ജീവിതം നയിച്ച് അനുഗ്രഹിക്കപ്പെടാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധനായ ദൈവം സഹായിക്കട്ടെ. തുറക്കപ്പെട്ട നീതിയുടെ വാതിൽ എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. കൊടുപ്പുറപ്പുകളെ, വാതിൽ തുറന്നു കിടക്കുകയാണ്. തുറക്കപ്പെട്ട വാതിലിൽ കൂടി അനേകർ അകത്ത് പ്രവേശിച്ചു. ഇപ്പോഴും അനേകർ പ്രവേശിച്ചു കൊണ്ടേയിരിക്കുന്നു. നാം ഈ വചനം കേൾക്കുമ്പോഴും അനേകർ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന തുറക്കപ്പെട്ട വാതിലാകുന്ന നീതിയുടെ വാതിലിൽ കൂടി അകത്തേക്ക് പ്രവേശിച്ചു കൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഇനിയും അനേകർ ഈ വാതിലിൽ കൂടി അകത്തേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അനേകർ ഇനിയും തുറക്കപ്പെട്ട വാതിൽ നിഷേധിക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖ സത്യം തന്നെയാണ്.
അതെത്രയോ നിരാശാജനകമായ കാര്യമാണ്. അടഞ്ഞ വാതിൽ എന്നത് ഇരുട്ടിൽ കഴിയുന്നവർക്ക് ഒരു ദുഃഖസത്യമാണ്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ പ്രതീക്ഷ എന്നെങ്കിലും തുറക്കും എന്ന ഒരു പ്രതീക്ഷയാണ് സത്യാന്വേഷികൾക്ക്, അല്ലെങ്കിൽ വെളിച്ചം കാക്ഷിക്കുന്നവർക്ക് പുതുജീവനേകാൻ ഇടയായത്. തുറക്കപ്പെട്ട വാതിലിലൂടെ വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് അവസരമൊരുക്കി. ഇനിയും ആ അവസരം ഉപയോഗിക്കാൻ അനേകായിരം പേർക്കിടയായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവവചനം അതിനാഹ്വാനം ചെയ്യുന്നു. കൂടപ്പിറപ്പുകളെ, നമ്മുടെയും ഉത്തരവാദിത്വം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതുതന്നെയാണ് അനേകർക്ക് ഈ വാതിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. വാതിൽ തുറക്കാൻ മനുഷ്യർക്കാർക്കും സാധ്യമല്ലായിരുന്നു. കാരണം വാതിൽ തുറന്നത് കർത്താവാണ്. മാനവജാതിക്ക് വേണ്ടി, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് തുറന്ന വാതിലുകൾ പലതുണ്ട്. അതിലൊന്നാമത്തെ വാതിലാണ് നീതിയുടെ വാതിൽ. പാപം ചെയ്ത് ദൈവിക നീതിമാർഗത്തിൽ നിന്ന് പുറത്തായ മനുഷ്യനെ ദൈവം പർദീസയിൽ നിന്ന് പുറത്താക്കി. ആ വാതിൽ അവൻ്റെ മുൻപാകെ കുട്ടിയടച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ വീണ്ടും മനുഷ്യൻ ആ വാതിലിൽ കൂടി കടക്കാതിരിക്കുവാൻ തിരിയുന്ന വാളുമായി കെരൂബിനെ ദൈവം കാവൽ നിർത്തുകയും ചെയ്തു. പാപത്തിൽ കിടന്നുരുളുന്ന മനുഷ്യന് നീതിയുടെ വാതിലിൽ കൂടി പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു. ദൈവസന്നിധിയിലേക്കുള്ള വാതിൽ, പ്രിയരെ, ദൈവം തന്നെയാണ് അടച്ചത്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ അടഞ്ഞ വാതിൽ മനുഷ്യന് തുറന്നു കൊടുക്കുവാൻ, ആ അടഞ്ഞ വാതിൽ മനുഷ്യന് വേണ്ടി എന്നേക്കുമായി തുറന്നു കൊടുക്കുവാൻ വേണ്ടി പുത്രനായ ക്രിസ്തു പൃഥുഹൃദയത്തിൻ്റെ ആഗ്രഹത്താൽ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൻ്റെ വാൾ തന്നിൽ പ്രവേശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. അടഞ്ഞ വാതിലിലെ ആ തിരിയുന്ന അഗ്നിജാലിയുടെ വാൾ കർത്താവായ യേശുവിൻ്റെ ഹൃദയത്തിൽ പതിയുവാനായിരുന്നു യേശു തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. വാളെ എൻ്റെ ഇടയൻ്റെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എന്ന വചനം സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. പ്രിയരെ, തൽഫലമായി എന്നേക്കുമായി അടഞ്ഞു കിടന്ന ആ വാതിൽ, നീതിയുടെ വാതിൽ, പുത്രനായ ക്രിസ്തു മാനവജാതിക്ക് വേണ്ടി തുറന്നു. ആ തുറക്കപ്പെട്ട വാതിൽ യേശു ക്രിസ്തു തന്നെ ആയിരുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കി തരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, ഞാൻ തന്നെ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഞാൻ തന്നെ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. മാനവജാതിയെ അവരുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നീതിമാനായ കർത്താവ് പാപിയെ സ്നേഹിച്ച് തന്നിൽ വിശ്വസിക്കുന്നവനെ തന്നെ രക്ഷകനും കർത്താവുമായി ഏറ്റുപറയുന്നവനെ തന്നെ രക്ഷിക്കുവാൻ നീതിയുടെ വാതിൽ തന്നിൽ കൂടി തുറന്നു. ജീവങ്കലേക്കുള്ള വഴിയിലെ ആ അടഞ്ഞ വാതിൽ പരമകാരുണ്യവാനായ കർത്താവ് നമുക്ക് തുറന്നു തന്നിരിക്കുന്നു. മരണവാതിലിൽ കൂടി പ്രവേശിച്ച് പാപം മൂലം മരണത്തിലേക്ക് നയിക്കപ്പെട്ടവരിൽ അനേകർ മരണവഴി വിട്ട് തങ്ങളുടെ മുൻപാകെ തുറക്കപ്പെട്ട വാതിലിൽ കൂടി ജീവങ്കലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. ആ തുറക്കപ്പെട്ട വാതിലിൽ കൂടി പ്രവേശിക്കപ്പെട്ടവർ, പ്രിയരെ, ഭാഗ്യവാന്മാരാണ്. ആ വാതിൽ ഇന്നും പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർ വേണ്ടി തുറന്നു കിടക്കുകയാണ്. കൃപയുടെ വാതിൽ ഇന്നും അനേകരെ മാടി വിളിക്കുന്നു. ആ വാതിൽ കൂടി അകത്തു പ്രവേശിക്കണം എന്നുള്ള ആഹ്വാനം ദൈവത്തിൻ്റെ വചനം, സുവിശേഷത്തിൻ്റെ സത്യം മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയരെ, ഒരു നാൾ ആ വാതിൽ അടയും കേട്ടോ. പിന്നെ ആർക്കും ജീവനിൽ പ്രവേശിക്കുവാൻ അവസരം കിട്ടില്ല. ആകയാൽ ഇപ്പോൾ തന്നെ ആ വാതിലിൽ കൂടി കടക്കുവാൻ അനേകർക്കിടയാകട്ടെ. ഇന്ന് പകലിലും അതിനനേകർക്ക് ഭാഗ്യപദവി ലഭിക്കട്ടെ. പ്രിയരെ, യേശു എന്ന വാതിലിലൂടെ പ്രവേശിച്ചവർ, ആ ഇടുക്കുവാതിലിലൂടെ പ്രവേശിക്കപ്പെട്ടവർ ഇന്ന് ഒരു യാത്രയിലാണ്. അവരുടെ ലക്ഷ്യം സ്വർഗസിയോനാണ്. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴിഞ്ഞെരുക്കവും ഉള്ളത്
അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വാതിലിലൂടെ പ്രവേശിക്കപ്പെട്ട് നീതിമാൻ ആക്കപ്പെട്ടവർ നിശ്ചയമായും ഒരു നാൾ സ്വർഗസിയോനിൽ എത്തുക തന്നെ ചെയ്യും. സങ്കീർത്തനം 84:7 അത് വ്യക്തമാക്കുന്നു. നീതിവാതിലിൽ കൂടി കടന്ന് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നവർ കേൾക്കുവാൻ പോകുന്ന ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദത്തിനായി ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവർ, ആ കേൾക്കപ്പെടുവാൻ പോകുന്ന ശബ്ദം ഇതാണ്: ഇവിടെ കയറി വരുവീൻ എന്നുള്ള ആജ്ഞാ ശബ്ദം കേട്ട് സ്വർഗസിയോനിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ ഇന്ന് തയ്യാറായിരിക്കേണ്ടത് ആവശ്യമാണ്. കൂടപ്പുറപ്പിന് നമ്മളൊരു തയ്യാറെടുപ്പിലാണ്. ഇന്ന് പ്രഭാതത്തിലെ വചനം കേൾക്കുന്ന കൂടപ്പുറപ്പെ, താങ്കൾ ഈ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നുവോ? ഇല്ലെങ്കിൽ ഇത് താങ്കൾക്കുള്ള അവസരമാണ്. ഈ വചനം കേൾക്കുന്ന കൂടപ്പുറപ്പെ, താങ്കൾ ഈ വാതിലിൽ കൂടി അകത്ത് പ്രവേശിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകലിലും ആ വാതിൽ താങ്കൾക്ക് മുൻപാകെ തുറന്നു കിടക്കുന്നു. താങ്കൾ ആ വാതിലിൽ കൂടി, യേശുക്രിസ്തു എന്ന വാതിലിൽ കൂടി, നീതിയുടെ വാതിലിൽ കൂടി അകത്ത് പ്രവേശിക്കുക. തുടർന്ന് ആ സ്വർഗസിയോനിലേക്കുള്ള യാത്രയിൽ പങ്കാളിയാകുക. ആ വാതിൽ കൂടി കടന്ന് ഈ യാത്രയിൽ യാത്ര ചെയ്യുന്ന ഓരോ ദൈവമക്കളും ഒരു ശബ്ദം കേൾക്കുവാൻ പോകുന്നു: സ്വർഗത്തിലെ ഭവനത്തിലേക്ക് നിങ്ങൾ ചേർക്കപ്പെടുവാൻ ഇവിടെ കയറി വരുവീൻ എന്ന ഒരു ശബ്ദം കേൾക്കപ്പെടുവാൻ, ആ കാതിൽ ആ ശബ്ദം കേൾക്കുവാനുള്ള ഭാഗ്യപദവി പ്രാപിക്കേണ്ടതിന് വേണ്ടി കൂടപ്പിറപ്പുകളെ, നിങ്ങളുടെ രക്ഷ നിങ്ങൾ ഉറപ്പാക്കുവീൻ. നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുവീൻ. അതിന് അനേകർക്ക് ഇനിയും ഇടയാകട്ടെ. അതിന് ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ അവരുടെ ഒരുക്കം പൂർത്തീകരിക്കപ്പെടുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ഈ വലിയ ഭാഗ്യപദവിക്കായി സ്തോത്രം. ഞങ്ങളുടെ മുൻപാകെ തുറക്കപ്പെട്ട വാതിൽ, ആ വാതിൽ യേശുവാകുന്ന ആ നീതിയുടെ വാതിലിൽ കൂടി കാണുന്ന അകത്തേക്ക് പ്രവേശിച്ച് ആ സ്വർഗസിയോനിലേക്കുള്ള യാത്രികരായി തീരുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യപദവിക്കായി, ഞങ്ങൾക്ക് തന്ന അവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പച്ച, അടിയങ്ങളിൽ കൂടി ഇനിയും അനേകർ വാതിൽ കടക്കുവാൻ ഇടയാകുമാർ ഒരനുഗ്രഹീതമായ ജീവിതം, സുവിശേഷ സത്യം വെളിപ്പെടുത്തുന്ന ജീവിതം നയിച്ച് മുന്നേറുവാൻ ഞങ്ങളെ ഇന്നു പകലും സഹായിക്കണമേ. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഞങ്ങളുടെ മേൽ ചുരിഞ്ഞു തരണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കൃപ പകരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൻ്റെ അധികാരമായിട്ട് മക്കളുടെ മേൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം കർത്താവിൻ്റെ വരവിന് വേണ്ടി അധികം ശ്രദ്ധയോടെ വിശുദ്ധിക്കാത്ത് ഒരുങ്ങി കാത്തിരിക്കുവാൻ എല്ലാവർക്കും ഇടയായി തീരട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വേഗം വരും. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. എനിക്കൊത്താശവരും പർവ്വതം കർത്താവേ, നീ മാത്രമെന്നാളുമേ. എൻ കാലുകൾ വലുതാദനിശും എന്നെ കാത്തിടുന്നവൻ നീയേ. എൻ കാലുകൾ വലുതാദിശം എന്നെ കാത്തിടുന്നവൻ നീയേ. കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്ന അത്ഭുതമാ. കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്ന അത്ഭുതമാ. എനിക്കൊത്താശവരും പർവ്വതം കർത്താവേ, നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശവരും പർവ്വതം കർത്താവേ, നീ മാത്രമെന്നാളുമേ. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടി
യാശോവം ഞാൻ ജീവനോടിരുന്നാൽ നീ വഴി